സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ മാമാങ്കത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. വൈകിട്ട് 6 മണിയോടെ പരസ്യ പ്രചാരണം അവസാനിക്കും. വാദ്യമേളങ്ങളുടെയും ബൈക്ക് റാലികളുടെയും അകമ്പടിയോടെ കൊട്ടിക്കലാശം കളറാക്കി ശക്തി പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങിയിരിക്കുന്നു മുന്നണികൾ. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഓട്ടപ്പാച്ചിലിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും. അവസാന മണിക്കൂറുകളിൽ തലങ്ങും വിലങ്ങും റോഡ് ഷോകൾ. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് അൻഫിൽ ഡിസൂസ, കൊച്ചിയിൽ നിന്ന് കിരൺ, ഒപ്പം കോഴിക്കോട് നിന്ന് രേഷ്മയും ചേരുകയാണ്. ആദ്യം അൻഫിൽട്ടിലേക്ക് പോവുകയാണ്. അൻഫിൽട്ട്, പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. 3 ആഴ്ചക്കാലത്തെ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഒരു നെട്ടോട്ടം, അതിനാണ് ഇന്നിപ്പോൾ സമാപനമാകുന്നത്. ഇന്നത്തെ ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ ഒരു സ്ഥിതിഗതികൾ അത് എങ്ങനെയാണ്? തീർച്ചയായും 24 ദിവസമാണ് കൃത്യമായി കണക്കുകൂട്ടുകയാണെങ്കിൽ മുന്നണികൾക്ക് തലസ്ഥാനത്ത് പ്രചാരണം നടത്താനായി, പരസ്യ പ്രചാരണം നടത്താനായി ലഭിച്ചിരുന്നത്. വളരെ കുറച്ച് ദിവസം മാത്രമാണ്. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു പരിഭവമൊക്കെ 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെയും മറികടക്കുന്ന രീതിയിൽ, അതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെയാണ് ഈ 3 ആഴ്ചക്കാലം സംസ്ഥാനം കാണാനിടയാക്കിയത്. മറ്റ് തെരഞ്ഞെടുപ്പുകൾ വിഭിന്നമായി ആദ്യ ദിനം മുതലേ റോഡ് ഷോകളായിരുന്നു. അത് ഈ അവസാന നിമിഷം വരെ, അവസാന മണിക്കൂർ വരെയും തലസ്ഥാനത്ത് അങ്ങിങ്ങ് കാണാൻ കഴിയുന്നത് റോഡ് ഷോകളായിരുന്നു. റോഡ് ഷോകളുടെ ഒരു ബഹളം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഒപ്പം തന്നെ നമുക്ക് കണ്ടതാണ് കേന്ദ്ര നേതാക്കളുടേത്, കേന്ദ്രമന്ത്രിമാരടക്കം താരപ്രചാരകരുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു. അവസാന സമയമൊക്കെ ആയപ്പോൾ സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങുമാണ് റോഡ് ഷോകളൊക്കെ ആയിട്ട് താരപ്രചാരകർ. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് രേവന്ത് റണ്ണ, തെലങ്കാന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ റോഡ് ഷോ വിവിധ ഇടങ്ങളിലുണ്ട്. അങ്ങനെ വാക്പോരും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഈ ഒരു 24 ദിവസം കേരളം കണ്ടത്. അതിന്റെ ഒരു കൊട്ടിക്കലാശമാണ്, സമാപനമാണ്. ഇന്ന് 6 മണിക്കാണ് കൊട്ടിക്കലാശം. 1 മണിക്കൂറാണ് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത്. 5 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തലസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കൊട്ടിക്കലാശമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നമുക്കറിയാം, പേരാമ്പ്രയിലൊക്കെ തന്നെ ഇന്നലെ തന്നെ സർവകക്ഷി യോഗം ചേർന്ന് കൊട്ടിക്കലാശം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തികച്ചും സമാധാനപരമായി കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയ മുന്നണികളും ഒക്കെ തന്നെ തയ്യാറെടുപ്പാണ്. അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന കൊട്ടിക്കലാശം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശക്തി പ്രകടനം, അത് ഏറ്റവും കൂടുതൽ കളറാക്കാനായി 3 മുന്നണികളും അതിൻ്റെ ഒരു ആവേശമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവസാന മണിക്കൂറുകളിലൊക്കെ തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. രാവിലെ തന്നെ ചില സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ 4 മണി മുതൽ തന്നെയും നേരിട്ട് വോട്ടർമാരെ കാണാനുള്ള ഒരു ചുവടുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വീറും വാശിയും തന്നെയാണ് 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയുന്നത്. മായ, ശരി. കൊച്ചിയിൽ കിരൺ റെഡിയാണ് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. കിരൺ, ഇന്നിപ്പോൾ പരസ്യപ്രചാരണത്തിന് സമാപനമാവുകയാണ്. മധ്യകേരളത്തിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ അവസാന മണിക്കൂറുകളിൽ, അവസാന ലാപ്പിൽ എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? മധ്യകേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും വലിയ ഒരു ആവേശം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നത്, ഈ പ്രചാരണ വേളകളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം കൂടിയായിരുന്നു എറണാകുളം എന്നുള്ളൊരു കാര്യം കൂടി ഇത്തവണ പ്രത്യേകതയാണ്. അതായത് UDFന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ ഉയർത്തിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു വിരൽ ചൂണ്ടപ്പെടുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അത്തരത്തിൽ VD സതീശന്റെ ഒരു മണ്ഡലം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാലഘട്ടം കൂടി തന്നെയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയല്ല, വലിയ രീതിയിലുള്ള താരപ്രചാരകരുടെ ഒരു നിര തന്നെ ജില്ലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി എത്തിയിരുന്നു, അമിത്ഷാ വരുന്നു, ദേവേന്ദ്ര ഫട്നാവിസും നിർമ്മല സീതാരാമനും, അങ്ങനെ BJPയുടെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ എല്ലാം തന്നെ എത്തുന്നതും പ്രചരണ പരിപാടികളിലൊക്കെ സജീവമാവുന്ന കാഴ്ചയാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കൂടാതെ തന്നെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നതുകൂടി ഇത്തവണത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് NDA സംബന്ധിച്ച് വലിയൊരു ഊർജ്ജമാണ് ഈ തവണ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. മധ്യകേരളത്തിൽ വലിയ സ്വാധീനമില്ലാതിരുന്ന BJPക്ക് കൂട്ടത്തിലേക്ക് 2020 കൂടി വന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കുന്നത്തുനാടും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലടക്കം ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ഈ പ്രചാരണ വേളകളിലൊക്കെ കണ്ടത്. ഇന്നത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ തന്നെ
സ്ഥാനാർത്ഥികളൊക്കെ സജീവമായിട്ട് പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം, മാത്യു കുഴൽനാടൻ ഈ അവസാന നിമിഷത്തിൽ ഒരു വലിയ ബോംബ് പൊട്ടിക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ 10 വർഷത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. 10 വർഷം എങ്ങനെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് ചർച്ചയാവേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കാലയിലെ പാക്കലാം എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഈ അവസാന നിമിഷത്തിൽ ഏത് തരത്തിലുള്ള ഒരു ബോംബാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഏതായാലും വലിയ ഒരു ശ്രദ്ധാകേന്ദ്രം സംസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ല വലിയ ഒരു ശ്രദ്ധ കേന്ദ്രമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ പ്രചാരണ കാലഘട്ടത്തിലെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നത്. മായ. ശരി കിരൺ, ഇപ്പോൾ വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രേഷ്മ കൂടിയുണ്ട് കോഴിക്കോട് നിന്ന്. രേഷ്മ, കോഴിക്കോട്ടെ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? മായ, കോഴിക്കോട് ജില്ലയിൽ പ്രചാരണം എല്ലാം തകൃതിയായി നടന്നിരുന്നു. ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ 12 മണ്ഡലങ്ങളും വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ അനൗൺസ്മെന്റ് വിവാദം പൊട്ടിപ്പുറപ്പെട്ട പേരാമ്പ്രയിൽ മാത്രമാണ് കൊട്ടിക്കലാശം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ പേരാമ്പ്രയിൽ മണ്ഡലത്തിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. 3 മുന്നണികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ അനൗൺസ്മെന്റ് വിവാദത്തിൽ വിശദീകരണം നൽകിയിരുന്നു. ഫാത്തിമ തെഹ്ല, UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലയും ഈ വിഷയത്തിൽ വിശദീകരണം നൽകി. ഇന്നലെ കലക്ടറുടെ വാർത്താ സമ്മേളനത്തിൽ TPയുടെ ഈ വിശദീകരണത്തിൽ അനൗൺസ്മെന്റ് വിവാദത്തിനെ കുറിച്ച് കൃത്യമായൊരു മറുപടി അല്ല ലഭിച്ചിരുന്നത്. TP മാനദണ്ഡം ലംഘിച്ചിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു കലക്ടറും പറഞ്ഞത്. അതേസമയം കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശത്തിന് വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ നാദാപുരത്ത് ഒരു ചെറിയ വിഷയമുണ്ടായിരുന്നു. വോട്ടർ പട്ടിക വീടുകളിൽ കൊടുക്കുന്ന സമയത്ത് 2 CPM പ്രവർത്തകർക്ക് ലീഗ് പ്രവർത്തകരുടെ മർദ്ദനമേറ്റിരുന്നു. ഇതിനെ തുടർന്ന് നാദാപുരത്തും ഒരു ആശങ്ക ഉയർന്നിരുന്നു. ഇവിടെയും കാര്യമായ കൊട്ടിക്കലാശം ഉണ്ടാവില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം 12 മണ്ഡലങ്ങളിൽ വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രശ്നബാധിത ബൂത്തുകളായി 351 ബൂത്തുകളാണ് ജില്ലയിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയെല്ലാം 1500-ലധികം പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ കേന്ദ്രസേന അംഗങ്ങളെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. രേഷ്മയാണ് വടക്കൻ കേരളത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഒപ്പം ആൻഫ്രിഡ് ഡിസൂസയും കിരണുമാണ് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വിവരങ്ങൾ പങ്കുവച്ച്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ മാമാങ്കത്തിന് ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. വൈകിട്ട് 6 മണിയോടെ പരസ്യപ്രചാരണം അവസാനിക്കും. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കുകയാണ്. ഭരണം നിലനിർത്താനായി BJPയും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും കനത്ത പോരാട്ടമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചാരണം. അതേസമയം കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഇപ്പോൾ. ജിഷ്ണു, അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഒട്ടേറെ വിവാദങ്ങളുള്ള ഒരു പ്രചാരണ ദിവസങ്ങളാണ് അവിടെയും കടന്നുപോയത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കടന്നാക്രമിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രചാരണം നടക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായല്ലോ, അതൊക്കെ ഏത് വിധത്തിലാണ്? അസമിലെ 126 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി കേരളത്തിനൊപ്പം തന്നെ മറ്റന്നാളാണ് അസമിലെ മുഴുവൻ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വിവാദപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്തവണ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം അവിടെ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ള BJP സഖ്യം ഇത്തവണ ഭരണം നിലനിർത്തുന്നതിനായി അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസിന് ഇത് അസം രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു
തിരിച്ചു വരാൻ സാധിക്കും. അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ അസമിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ ഏതു വിധേനയും തിരിച്ചു വരാനായി പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ടും BJPക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം. കാരണം അസമിൽ BJP സഖ്യത്തെ സംബന്ധിച്ച് BJP സഖ്യത്തിന് അവിടെ അടിത്തറ പാകിയതും അവിടെ ഭരണത്തിലേക്ക് എത്താൻ വഴിവെച്ചതും ഹിമന്ത ബിശ്വ ശർമ്മ എന്ന നേതാവ്, മുമ്പ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അദ്ദേഹം BJPയിലേക്ക് എത്തുകയും പിന്നീട് BJPക്ക് അവിടെ വലിയ കളമൊരുങ്ങുന്നതിന് ഹിമന്ത വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ ഈ പരസ്യ പ്രചരണത്തിന്റെ ദിവസങ്ങളിലെല്ലാം നടത്തിയത്. ഇന്ന് അവിടെ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയാണ് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മയാകട്ടെ വളരെ കോൺഫിഡൻസോടുകൂടി 90 മുതൽ 100 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുമെന്നും ഇനി ഒരിക്കലും അസമിന്റെ ജനത കോൺഗ്രസിനെ തെരഞ്ഞെടുക്കില്ല എന്ന പ്രഖ്യാപനവുമാണ് ഇന്നലെ വൈകിട്ടും പരസ്യ പ്രചരണത്തിന്റെ വേളയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അസം ഇത്തവണ ഏത് രീതിയിൽ ചിന്തിക്കും, അല്ലെങ്കിൽ അസം ജനത ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും ഏറെ പ്രാധാന്യമുള്ളതായിരിക്കും. അത്രയധികം ദേശീയ രാഷ്ട്രീയവും ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. മറ്റന്നാളാണ് സംസ്ഥാനത്തെ 126 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുകയും CCTV നിരീക്ഷണവും ഉൾപ്പെടെ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അസമിൽ നിയമസഭാ പ്രചരണത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ചന്ദ്രനെ ചുറ്റി ഓറിയോൺ പേടകം 54 വർഷത്തിന് ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ചരിത്രം കുറിച്ച ആർടെമിസ് സംഘം. ചന്ദ്രനെ ചുറ്റിയ ഓറിയോൺ എന്ന പേടകവും ഭൂമിയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് ആർടെമിസ് ദൗത്യത്തിന്റെ ഭാഗമായ ആ 4 പേർക്ക് സ്വന്തമായി. ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ വരെ എത്തി. പുതിയ റെക്കോർഡ് പിറന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:37 അപ്പോളോ 13 സംഘത്തിന്റെ 1970 ഏപ്രിൽ 14 റെക്കോർഡാണ് ആർടെമിസ് സംഘം മറികടന്നത്. ഓറിയോൺ ചന്ദ്രന്റെ ഏറ്റവും അടുത്ത് എത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:32 ഭൂമിയിലേക്ക് ആദ്യം സന്ദേശം അയച്ചത് ക്രിസ്റ്റീന കുക്കാണ്. പേടകം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലേക്ക് പ്രവേശിച്ചത് ഇന്നാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പായി ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകി. വഴങ്ങിയില്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതെ കടലിടുക്ക് തുറക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. വെടിനിർത്തലിനുള്ള വ്യവസ്ഥകളും ഇറാൻ തള്ളി. നേരത്തെ മാർച്ച് 21-നും ഏപ്രിൽ 6-നും സമാനമായ രീതിയിൽ ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും ചരക്ക് നീക്കത്തെയും ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച രഞ്ജിത്തുമായി പോലീസ് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അല്ലേ? മായ, കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്ത് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഈ ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വാദിക്കുന്നത് അറസ്റ്റ് നടന്നത് നിയമ വിരുദ്ധമാണ്, മാത്രവുമല്ല തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളെ അറസ്റ്റ് ചെയ്യേണ്ടതടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ താൻ ഈ അന്വേഷണത്തോട് സഹകരിക്കും
എന്നുള്ളൊരു കാര്യം കൂടി തന്നെയാണ് ഏതായാലും പ്രധാനമായിട്ടും രഞ്ജിത്ത് തന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിടുന്ന സമയത്ത് തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നതാണ്. എന്നാൽ കസ്റ്റഡി കഴിഞ്ഞതിന് ശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നറിയിച്ചിരുന്നു. അതിനുശേഷം കസ്റ്റഡി പൂർത്തിയാക്കി ഞായറാഴ്ച തന്നെ പോലീസ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഈ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനായിട്ട് ഏതായാലും കോടതി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഈ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് BV നാഗരത്നയാണ് ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗം. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തന്ത്രിയും ഉൾപ്പെടെ കേസിലെ മുഴുവൻ കക്ഷികളും ഇതിനോടകം വിശദമായ വാദം കോടതിയിൽ എഴുതി നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കാൻ പോവുകയാണ്. ഈ വാദത്തിന് ഉള്ള ഏറ്റവും പ്രത്യേകത, സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മറ്റന്നാൾ നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഈ വാദം തുടങ്ങുന്നത്. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ ഒരു പോക്ക്? എന്താണ് നിയമവിദഗ്ധരൊക്കെ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? കേരളത്തിൽ ഏറെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, രാഷ്ട്രീയ ചർച്ചകൾക്കും അല്ലാതെയും വഴിവെച്ച ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കുന്നത്. അതും കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് വളരെ തൊട്ടു മുൻപ് സുപ്രീം കോടതി ഇത്തരത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച വലിയ ചർച്ചാ വിഷയമാകും. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മേറെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസിന്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെ വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രൂപീകരിച്ചിരുന്നു. അതിൽ പാഴ്സി മതവിഭാഗത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളൊപ്പം മുസ്ലിം പള്ളികളിലും ദർഗകളിലും സ്ത്രീകളുടെ പ്രവേശനം, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കും. അതിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത 3 ദിവസങ്ങളിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്ക് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കുള്ള വാദം കോടതിക്ക് മുൻപാകെ ഉന്നയിക്കാനുള്ള സമയമാണുള്ളത്. ഈ മാസം 14, 15, 16 തീയതികളിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമുണ്ടാകും. ഈ മാസം 22 വരെ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദമായിട്ടുള്ള വാദം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 2018 ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്നൊരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നീട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. യുവതീ പ്രവേശനത്തിൽ പണ്ഡിത സദസ്സ് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ദേവസ്വം ബോർഡും തന്ത്രിയും യങ് ലോയേഴ്സ് അസോസിയേഷനും ഉൾപ്പെടെ കേസിലെ എല്ലാ കക്ഷികളും ഇതിനോടകം തന്നെ വാദം കോടതിക്ക് മുൻപാകെ എഴുതി നൽകിയിട്ടുണ്ട്. വിശദമായ വാദം ഇന്നു മുതൽ ആരംഭിക്കും. മായ. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം ആരംഭിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായി 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക.